എങ്ങനെയുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും ഗോളല്ലായിരുന്നോ ഒരു MBBS സീറ്റ് എന്ന് പറയുന്നത്? എങ്ങനെയുണ്ട് ആ ഫീലിംഗ്? ആലപ്പുഴ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു കോളേജാണ് ആലപ്പുഴ. ഞാൻ ആദ്യം കണ്ണൂരായിരുന്നു, അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് അവസാനമായപ്പോഴാണ് ആലപ്പുഴ കിട്ടിയത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെ വന്നപ്പോൾ ക്യാമ്പസ് എല്ലാം ഉഷാറാണ്, അപ്പോൾ എല്ലാം കൊണ്ടും ഉഷാറാണ്. അപ്പോൾ ഇവിടെ എത്തിച്ച ബ്രില്യൻറ്റിനും എല്ലാ ടീമിനും എൻ്റെ എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെയൊക്കെ എക്സാമൊക്കെ മോഡൽ എക്സാമൊക്കെ തുടങ്ങാനായിട്ടുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു അല്ലേ? ഡിസംബറൊക്കെ കഴിഞ്ഞിട്ട് ജാനുവരിക്ക് ആകുമ്പോൾ നമ്മുടെ പോർഷനൊക്കെ തീർന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയം. ആ സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു MBBS കിട്ടും, അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ടീച്ചേഴ്സും ക്ലാസ് ടീച്ചേഴ്സും ഒക്കെ തരുന്നുണ്ടായിരുന്നു? അവർ നല്ല കോൺഫിഡൻസ് തരുന്നുണ്ടായിരുന്നു, നല്ല മോട്ടിവേഷനൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു എന്തായാലും. പിന്നെ ഇത്ര ആലപ്പുഴ ഒന്നും കയറുന്ന പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇനി വരാൻ പോകുന്ന കുട്ടികൾ അറിയാലോ, ഇപ്പം അവിടെ എക്സാംസ് ഒക്കെ തുടങ്ങി. ഇനി വരാൻ പോകുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനായിട്ടുള്ളത്? എങ്ങനെയാണ് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്താ ഉള്ള അതിൻ്റെ ടെക്നിക്സുകൾ എന്തൊക്കെയാണ്? ടെക്നിക്സ് ഒന്നുമില്ല, ദിവസവും പഠിക്കുക, അതാണ് ഇപ്പോഴത്തെ ടെക്നിക്സ്. പിന്നെന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ വീക്കിലി എക്സാം എപ്പോഴും നല്ല രീതിയിൽ നമ്മൾ എഴുതിയെടുത്താൽ പോലും നമുക്ക് നല്ല രീതിയിൽ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് കാരണമാണ് ഞങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ബ്രില്യൻറ്റിൻ്റെ ആ ഒരു എക്സാമൊക്കെ നല്ല രീതിയിൽ ചെയ്താൽ മതി. അറിയാലോ, എത്ര മോക്ക് ടെസ്റ്റ് ഏകദേശം എഴുതിയിട്ടുണ്ടോ? ഏകദേശം ഒരു എത്ര നമ്മുടെ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഏകദേശം, അതായത് ഒരു കൃത്യമായ ഒരു കണക്ക് വരാൻ പറ്റത്തില്ല, എന്നാലും ഏകദേശം. ലാസ്റ്റൊക്കെ ആയപ്പോൾ എല്ലാ ദിവസവും എക്സാം എഴുതുമായിരുന്നു. ഫസ്റ്റൊക്കെ വീക്ക്ലി എഴുതി ഒരു 100 എഴുതിയിട്ടുണ്ടാവും, അതിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ട് പേഴ്സണലി ചെയ്തതും എല്ലാം കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ആയിട്ട് പറയാൻ പറ്റുമോ? അതായത് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യണോ, അതോ തിയറി കൂടുതൽ ഡിസ്കസ് ചെയ്യണോ, ക്ലാസ് അറ്റൻഡ് ചെയ്യണോ, എങ്ങനെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് പറയാം. ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതൽ ചെയ്യേണ്ടത്. തിയറി നന്നായി പഠിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യുക, പിന്നെ വീക്കിലും എല്ലാം ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്യാം. നിങ്ങളോട് ഞാൻ ചോദിക്കാനുള്ളത്, ബ്രില്യൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മിസ് ചെയ്യുന്നുണ്ടോ? ബ്രില്യൻറ്റ് പബ്സ്, പിന്നെ കോളേജ് മൊത്തത്തിൽ അന്തരീക്ഷം അതൊക്കെ വേറെ വൈബായിരുന്നു, അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ബ്രില്യൻറ്റ് മൊത്തത്തിൽ വൈബായിരുന്നു. ഞങ്ങൾക്ക് പഠിത്തത്തിൻ്റെ ഇതുണ്ടെങ്കിൽ കൂടിയും മൊത്തത്തിൽ എല്ലായിടവും എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൻ്റെ കൂടെ പഠിപ്പും കൊണ്ടുപോയിരുന്നു. പിന്നെ അവിടുത്തെ ക്യാൻറ്റീൻ എന്തായാലും പറയണം. പിന്നെ ഹോസ്റ്റലിലാണെങ്കിലും മിസ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, ടീച്ചേഴ്സും അതുപോലെ തന്നെയൊക്കെ ആയിരുന്നു. ഞാൻ ബ്രില്യൻറ്റ് കോഴിക്കോട് സെൻറ്ററിലായിരുന്നു. അപ്പം അവിടെ നല്ല വൈബായിരുന്നു. ഹോസ്റ്റലായാലും കോളേജായാലും ടീച്ചേഴ്സായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ ബ്രില്യൻറ്റിൻ്റെ തൃശ്ശൂർ ബ്രാഞ്ചിലാണ് പഠിച്ചത്. ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് ബ്രേക്ക് ടൈമാണ്. ക്ലാസ്സിൻ്റെ ഇടയ്ക്കുള്ള കുറഞ്ഞ ടൈമേ കിട്ടുള്ളൂ നമുക്ക്. പക്ഷെ എന്നാലും നമ്മൾ മോൾക്ക് ഓടിയിട്ട് അവിടെ അയ്യന്തോൾ സെൻറ്ററിലാണ് പഠിച്ചത്. ഇപ്പോൾ പുതിയ സെൻറ്റർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്രിസ്മസ് ആഘോഷം, കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ ഞാൻ സെൻറ്റ് ആൻസാണ് പഠിച്ചത്. അവിടെ നമുക്ക് ക്രിസ്മസ് ആഘോഷം, ക്രിസ്മസിന് സമ്മാനം കിട്ടുക, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ ബ്രില്യൻറ്റിൻ്റെ മാനാന ഇൻ്റഗ്രേറ്റഡ് സെൻറ്ററിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. മിസ്സ് എന്നെ ഡോക്ടർ ശ്രേയ എന്നാണ് നേരത്തെ സേവ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. മിസ്സിനെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാൻ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്സിനെ അത്യാവശ്യം നന്ന് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻറ്റീൻ അടിപൊളിയായിരുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് ഡിസംബർ കഴിഞ്ഞ് ജാനുവരി പുതിയൊരു വർഷത്തിലേക്ക് എത്തി. ഈ വർഷവും നീറ്റുണ്ട്, എല്ലാ വർഷത്തെയും പോലെ തന്നെ. സോ നിങ്ങളെ പോലെ തന്നെ പഠിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന കുറേ വിദ്യാർത്ഥികളുണ്ട്. അടുത്ത വർഷം MBBS എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം നേടിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന കുറേ വിദ്യാർത്ഥികളുണ്ട് ബ്രില്യൻറ്റിൽ തന്നെ. അവരോട് എന്താണ് പറയാനുള്ളത്? മാക്സിമം തിയറിയൊക്കെ സെറ്റാക്കി പഠിക്കുക. പിന്നെ മാക്സിമം ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതേമാതിരി കൂടുതൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ നോക്കുക. അവിടുത്തെ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക, അതൊക്കെ തന്നെ. ഞാൻ റിപ്പീറ്ററാണ്. അപ്പോൾ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ഓൺലൈനായിട്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഉള്ളൊരു ഫാൾട്ട് എന്താ വെച്ചാൽ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമായിരുന്നു. പൊതുവെ എനിക്ക് ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ ഭയങ്കര മടിയാണ്. ടാബിൽ നോക്കിയാണ്ട് കണ്ടിന്യൂസ് സ്ട്രെയിൻ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് നീറ്റ് എഴുതാൻ പോയപ്പോഴും എനിക്ക് ടൈം മാനേജ്മെൻറ്റ്, ബയോളജി ഭയങ്കര ലെങ്ത് ചെയ്യുന്നു. ടൈം മാനേജ്മെൻറ്റ് കയ്യിൽ നിന്ന് പോയി, എക്സാം മൊത്തത്തിൽ ഫ്ലോപ്പായി. അങ്ങനെയാണ് ഞാൻ പിന്നെ തൃശ്ശൂർ സെൻറ്ററിൽ വന്നിട്ട് ഓഫ്ലൈനായിട്ട് വന്ന് ചെയ്തത്. അവിടെ ഇഷ്ടം പോലെ എക്സാംസ് ഫസ്റ്റ് നമ്മൾ വന്ന മുതൽ തന്നെ എക്സാംസുകൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് നല്ല പക്കയായി. പിന്നെ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് തന്നെയാണ്. കാരണം തിയറി എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗം തിയറി ഓർമ്മയില്ലെങ്കിൽ നോക്കുക. അങ്ങനെ ക്വസ്റ്റ്യനിലൂടെ തിയറി പഠിച്ചിട്ട് പോയാൽ മാത്രമേ പിന്നെ കാര്യമുള്ളൂ. കാരണം അവസാനം നമുക്ക് മൊത്തത്തിൽ റിവിഷൻ ചെയ്യൽ പോസിബിൾ അല്ല തിയറി എടുത്ത് വായിച്ചിട്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് പിന്നെ ആ ക്വസ്റ്റ്യനിലൂടെ ആ തിയറി നമ്മുടെ മനസ്സിൽ കയറണം. അങ്ങനെ വേണം പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാനായിട്ട്. മെയിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക, ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക,
അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും എല്ലാം. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ലാസ്റ്റ് എന്തായിരുന്നെന്ന് വെച്ചാൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു 5 എക്സാം ഞാൻ എഴുതിയില്ല. ലാസ്റ്റ് കണ്ടിന്യൂസ് എക്സാംസ് വന്നപ്പോൾ അപ്പോൾ എനിക്ക് കുറച്ച് ഔട്ട് ഓഫ് ടച്ച് ആയിപ്പോയി. അപ്പോൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന എല്ലാവരുടെ പറയുന്നത് എല്ലാവരും എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. പിന്നെ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. കെമിസ്ട്രിക്ക് നമ്മൾ NCERT തറവായിട്ട് വായിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇനോർഗാനിക് ആണെങ്കിലും ഇനോർഗാനിക് മസ്റ്റായിട്ട് 100% NCERT ആണ്. പിന്നെ ഫിസിക്കലാണെങ്കിലും എല്ലാം ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ ഒരിക്കലും നമ്മൾ ഒരു ലൈൻ പോലും മിസ്സാക്കാൻ പാടില്ല. പിന്നെ ബയോളജി 100% NCERT. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ബ്രില്യൻ്റ് എല്ലാ എക്സാംസ് എഴുതുക, മെറ്റീരിയൽസ് ഒക്കെ സോൾവ് ചെയ്യുക, ടൈം വെച്ച് ചെയ്യുക, ടൈം ടേബിൾ വെക്കുക. എനിക്ക് ഇവരെല്ലാവരും പറഞ്ഞു തന്നെ സെയിം തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവരും ടൈം മാനേജ് ചെയ്യുക, കുറേ പ്രാക്ടീസ് ചെയ്യുക, എക്സാംസ് ഒക്കെ എഴുതുക. അപ്പം എല്ലാവരും ഇനിയുള്ള വർഷങ്ങളെല്ലാം അടിച്ചു പൊളിക്കുക. MBBS എന്ന് പറയുന്ന വലിയ സ്വപ്നം നേടട്ടെ. നിങ്ങളുടെ എന്താണോ ആഗ്രഹം, നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ പോകാൻ ആഗ്രഹം, അതെല്ലാം എത്തിച്ചേരട്ടെ എന്ന് ടീം ബ്രില്യൻറ്റിൻ്റെ പേരിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പം ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.